കോതമംഗലത്ത് അട്ടിമറിയിലൂടെ UDFന്റെ ഷിബു തെക്കുംപുറത്തിന് വിജയം. 16,859 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സിറ്റിംഗ് MLA ആന്റണി ജോണിനെ അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 2 തവണയായി കൈവിട്ടുപോയിരുന്ന കോതമംഗലം തിരിച്ചുപിടിക്കാനായത് UDFന് വലിയ ആശ്വാസമായി. നെല്ലിക്കുഴി ഉൾപ്പെടെ 8 ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഷിബു തെക്കുംപുറം ഭൂരിപക്ഷം നേടി. ഒരു റൗണ്ടിൽ പോലും ആന്റണി ജോണിന് മുന്നിലെത്താൻ കഴിഞ്ഞില്ല. കോതമംഗലത്ത് മികച്ച വിജയമാണ് UDF സ്വന്തമാക്കിയത്. ഹാട്രിക് ലക്ഷ്യമിട്ടിറങ്ങിയ ആന്റണി ജോണിനെ നിലം തൊടാൻ അനുവദിക്കാതെയാണ് ഷിബു തെക്കുംപുറം അട്ടിമറി വിജയം നേടിയത്. ആകെ പോൾ ചെയ്തതിന്റെ പകുതിയിലധികം വോട്ട് നേടാനായതും UDFന് പൊൻതൂവലായി. 1,39,091 വോട്ടാണ് ആകെ രേഖപ്പെടുത്തിയത്. ഇതിന്റെ 52.83% 73,479 വോട്ടുകൾ ഷിബു തെക്കുംപുറത്തിന്റെ പെട്ടിയിൽ വീണു. ആന്റണി ജോണിന് ലഭിച്ചത് 56,620 വോട്ടുകൾ, 40.71%. 16,859 വോട്ടാണ് ഷിബു തെക്കുംപുറത്തിന്റെ ഭൂരിപക്ഷം. 2021 6,600 വോട്ടിന് പരാജയപ്പെടുത്തിയ ആന്റണിയെ 2 ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിൽ കെട്ടുകെട്ടിച്ചാണ് ഷിബു പകരം വീട്ടിയത്. ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് വിജയത്തിലെത്തിച്ചത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പും പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരവും പ്രതിഫലിച്ചെന്ന് ഷിബു തെക്കുംപുറം പറഞ്ഞു. ജനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ, വലിയ ഇടപെടലുകൾ, അത് ഈ തെരഞ്ഞെടുപ്പിലും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ ഉജ്ജ്വല വിജയം ഇവിടെ നേടാൻ കഴിഞ്ഞത്. കോതമംഗലത്ത് 7 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. 7,046 വോട്ടാണ് 3ാം സ്ഥാനത്തുള്ള NDAയുടെ അജി നാരായണൻ സ്വന്തമാക്കിയത്. SDPI സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണത്തേതിന്റെ പകുതിയിലേക്ക് വീണു. റോയി അറക്കൽ നേടിയത് 703 വോട്ട് മാത്രമാണ്. 2021 നേടിയതിനേക്കാൾ 7,600-ലധികം വോട്ട് ഇത്തവണ ആന്റണി ജോണിന് കുറഞ്ഞു. ഷിബു തെക്കുംപുറമാകട്ടെ 15,850 വോട്ടുകൾ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വർദ്ധിപ്പിച്ചു. പ്രചരണ രംഗത്ത് UDF മുന്നേറ്റം നടത്തിയെന്ന് തിരിച്ചറിഞ്ഞ LDFന്റെ നേതാക്കൾ ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും ആന്റണി ജോൺ വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് പങ്കുവച്ചിരുന്നത്. എന്തുവന്നാലും നെല്ലിക്കുഴിയിൽ ലീഡ് പിടിക്കാനാകുമെന്നും കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ പ്രതീക്ഷയെല്ലാം വെറുതെയായി. നെല്ലിക്കുഴിയടക്കം 8 ഗ്രാമപഞ്ചായത്തുകളിലും UDF ആണ് ലീഡ് നേടിയത്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും ലീഡ് കൈവരിച്ചു. മുനിസിപ്പാലിറ്റിയിൽ പ്രതീക്ഷിച്ചതിലും ലീഡ് കുറഞ്ഞെന്ന വികാരമാണ് UDF നേതാക്കൾക്കുള്ളത്. 2021 പിണ്ടിമനയിലും മുനിസിപ്പാലിറ്റിയിലും മാത്രമാണ് UDFന് നേരിയ ലീഡ് ലഭിച്ചത്. നെല്ലിക്കുഴിയിൽ 4,400 വോട്ട് LDF ലീഡ് നേടിയിരുന്നു. ഇത്തവണ 1,500ഓളം വോട്ടിന്റെ ലീഡ് UDF പിടിച്ചു. നെല്ലിക്കുഴിയിലേറ്റ പ്രഹരം CPMന് കനത്ത ആഘാതമാണ്. കോതമംഗലത്ത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നശിപ്പിച്ച നരകയാതനകൾ ജനങ്ങൾ ഓർത്തു. യാതൊരു വികസനവും കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ഭരണമുണ്ടായിട്ടും കോതമംഗലത്തെ MLAക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. കോതമംഗലത്തെ വികസനങ്ങൾ മുരടിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഷിബു തെക്കുംപുറത്തിനെ ജനങ്ങൾ സ്നേഹിച്ചത്. ഒരിക്കലും കിട്ടാത്ത ഇത്രയധികം ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്തത് കോതമംഗലത്തിൻ്റെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ഒരു ഭരണം കിട്ടുമ്പോൾ കോതമംഗലത്തിൻ്റെ എല്ലാ വികസനങ്ങളും യാഥാർത്ഥ്യമാക്കാൻ ശ്രീ ഷിബു തെക്കുംപുറം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സഫലമാക്കുമെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.